മന്ത്രിസഭാ രൂപീകരണവും വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഓരോ ജില്ലയ്ക്കും പ്രാതിനിധ്യം വേണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ശക്തമായ ആവശ്യം ഉയരുന്നത് കാസർഗോഡ് നിന്നാണ്. 5-ൽ 4 സീറ്റും UDF വിജയിച്ച കാസർഗോഡ് ജില്ലയ്ക്ക് ഇത്തവണ മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇഞ്ചോടിഞ്ച് മത്സരം നടന്നിരുന്ന മഞ്ചേശ്വരത്ത് ഇത്തവണ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ AK മഷ്റഫ് പരാജയപ്പെടുത്തിയത് 30,000-നടുത്ത് ഭൂരിപക്ഷത്തിനാണ്. CPM-ന്റെ ഉറച്ച കോട്ടകളായിരുന്ന ഉദുമയിലും തൃക്കരിപ്പൂരിലും UDF-നുണ്ടായത് അട്ടിമറി വിജയമാണ്. ഈ പശ്ചാത്തലത്തിൽ ജില്ലയ്ക്ക് മന്ത്രിയെ കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF പ്രവർത്തകർ. കാസർഗോഡ് ന്യായമായിട്ട് മന്ത്രിയെ കൊടുക്കേണ്ടതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യമുള്ള ഒരു ജില്ലയാണ് ഈ ജില്ല. കയ്യൂര്, കരുവള്ളൂര്, കാവുമ്പായ, ചീമേനി, മുനയംകുന്ന്, രാവണീശ്വരം, പീലിക്കോട്, മനസ്സിലായോ? ഇത് കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിന് MLA-മാരില്ലാത്ത ജില്ലയാണ്. 2 KPC ജനറൽ സെക്രട്ടറിമാർ MLA-മാരായി. കേരളത്തിലെ 14 ജില്ലകളിൽ എല്ലാ അർത്ഥത്തിലും ബൈ ഓൾ മീൻസ് കാസർഗോഡ് പിന്നിലാണ്. ആ കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഒരു മന്ത്രിയെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാസർഗോഡ് നിന്ന് ഷഫീഖ് നസ്രുള്ള നൽകും വിവരങ്ങൾ. കൂടുതൽ ഷഫീഖ്, അത് കാസർഗോഡിന്റെ ആവശ്യം അത് തീർത്തും അംഗീകരിക്കപ്പെടേണ്ട ഒന്നാണ്. കാരണം അത്ര മികച്ച വിജയം UDF-ന് സമ്മാനിച്ച ഒരു ജില്ല കൂടിയാണ്. അതിനപ്പുറത്തേക്ക് AK മഷ്റഫിന്റെ പേരിപ്പോൾ ലീഗിന്റെ സജീവ പരിഗണനയിലുണ്ട്. പക്ഷേ മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ ഓപ്ഷനാണ് നിലവിലുള്ളത്? കാസർഗോഡ് ജില്ലയിൽ 5-ൽ 4 UDF-ന് മിന്നുന്ന വിജയമാണ് ലഭിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ചേശ്വരത്ത് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മഞ്ചേശ്വരത്ത് BJP മുസ്ലിം ലീഗും നേർക്കുനേർ മത്സരം നടക്കുന്ന മഞ്ചേശ്വരത്ത് ഇത്തവണ 30,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മഞ്ചേശ്വരത്ത് AK മഷ്റഫ് വിജയിച്ചു വന്നത്. കാസർഗോഡാണെങ്കിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് അവിടെ ഒരു വലിയ അട്ടിമറി LDF പ്രതീക്ഷിച്ചിരുന്നു. അവിടെയും വലിയ ഭൂരിപക്ഷത്തിനാണ്, കഴിഞ്ഞ തവണയുണ്ടായിരുന്ന ഭൂരിപക്ഷത്തെക്കാൾ മികച്ച ഭൂരിപക്ഷത്തിനാണ് കലക്ടർ മാഹിൻ വിജയിച്ചത്. ഉദുമയിലും തൃക്കരിപ്പൂരിലും അട്ടിമറി വിജയം നേടി. മണ്ഡലം രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ LDF മാത്രം വിജയിച്ചിരുന്ന തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മികച്ച വിജയം നേടി, അട്ടിമറി വിജയം നേടി. നേരത്തെ സൂചിപ്പിച്ച CPM-ന്റെ ഉറച്ച കോട്ടകളാവുന്ന തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ് ഇങ്ങനെ UDF-ന് അട്ടിമറി വിജയം നേടാൻ കഴിഞ്ഞത്. ഉദുമയിലും അങ്ങനെ തന്നെ 35 വർഷത്തിന് ശേഷമാണ് ഉദുമയിൽ LDF-ന് ഒരു പരാജയം ഉണ്ടാവുന്നത്. 35 വർഷം മുൻപായിരുന്നു കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന് ഒരു MLA ഉണ്ടായിരുന്നു. ഇത്തവണ CPM-ന് MLA ഇല്ലാത്തൊരു സാഹചര്യമുണ്ടായി. 2 MLA-മാർ കോൺഗ്രസിനും 2 MLA-മാർ മുസ്ലിം ലീഗിനും, ഒരാൾ കാഞ്ഞങ്ങാട് CPI-യുമാണ്. അങ്ങനെ 5 മണ്ഡലത്തിൽ 4 വിജയിച്ച UDF-ന് ഇത്തവണ മന്ത്രി ഉണ്ടാവണം എന്നതാണ് പൊതുവായ ഒരു UDF പ്രവർത്തകരുടെ ഒരു വികാരം. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ നേരത്തെ തന്നെ കാസർഗോഡിനൊരു മന്ത്രി വേണം എന്നൊരാവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനും ഒരു മന്ത്രി ഉണ്ടാവണം എന്നത് ആവശ്യവുമായി രംഗത്ത് വരുന്നുണ്ട്. 2 KPCC ജനറൽ സെക്രട്ടറിമാരാണ് മത്സരിച്ചത്. ആ 2 KPCC സെക്രട്ടറിമാരെ മന്ത്രിമാരാക്കുന്നതിൽ തെറ്റില്ല എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒരു വാദം. എന്നാൽ മന്ത്രിസ്ഥാനം കിട്ടാനേറെ സാധ്യതയുള്ളത് മുസ്ലിം ലീഗിനാണ്. മുസ്ലിം ലീഗിൽ തന്നെ പാർട്ടി സീനിയോറിറ്റി പരിഗണിക്കുകയാണെങ്കിൽ കലക്ടർ മാഹിൻ മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റാണ്. അങ്ങനെ നിയമസഭയിലെ പരിചയം ഒരു എക്സ്പീരിയൻസ് ആയി പരിഗണിക്കുകയാണെങ്കിൽ കലക്ടർ മാഹിൻ തുടക്കക്കാരനാണ്. എന്നാൽ AK മഷ്റഫ് 2ാം തവണയാണ് മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ AK മഷ്റഫിന് നിറക്ക് വീഴും. ഏതായാലും കാസർഗോഡിന്റെ ഏറെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ജില്ലയിൽ തന്നെ ഒരു മന്ത്രി ഉണ്ടാവണം എന്നതാണ് UDF പ്രവർത്തകരുടെ ഒരു ആഗ്രഹം. മാത്രമല്ല CPM-ന്റെ 2 ഉറച്ച കോട്ടകളിൽ തകർത്ത് വലിയ മുന്നേറ്റമാണ് UDF കാസർഗോഡ് ജില്ലയിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കാസർഗോഡിന്റെ സമഗ്രമായ ഒരു വികസനം ലക്ഷ്യമിട്ട് അത് മന്ത്രി തന്നെ കാസർഗോഡിന് ഉണ്ടാവണം എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. സ്വന്തം ജില്ലയ്ക്ക് ഒരു മന്ത്രി ലഭ്യമാവുകയാണെങ്കിൽ ഉടനടി അത്തരം പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നതാണ് UDF പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നായാലും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നായാലും അവർക്ക്
4 പേരിൽ ആർക്കാണെങ്കിലും ഈ മന്ത്രിസ്ഥാനം കൊടുത്താൽ ജില്ലയ്ക്കൊരു മന്ത്രി എന്നതാണ് അവർ പ്രധാനമായും ആഗ്രഹിക്കുന്നത്. അങ്ങനെ മന്ത്രിസ്ഥാനം കിട്ടും എന്നത് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്ത് 30,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ AK അഷ്റഫ് വിജയിച്ചു എന്നത് നിസ്സാര കാര്യമല്ല. 2021-ൽ 100 വോട്ടിന് 2016-ൽ 100 വോട്ടിന് താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു മണ്ഡലം, പിന്നീട് 1000-ൽ താഴെ വോട്ട് മാത്രം ലഭിച്ചിരുന്ന ഒരു മണ്ഡലം, ഇത്തവണ 30,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ AK അഷ്റഫ് ആധികാരികമായ ഒരു വിജയം അവിടെ നേടി. അത് BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെയാണ് പരാജയപ്പെടുത്തിയത്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ A ക്ലാസ് മണ്ഡലം എന്ന് കണക്ക് കൂട്ടിയിരുന്ന ഒരു മഞ്ചേശ്വരത്ത് ഇനി ഒരു വിജയം സാധ്യമല്ല എന്ന സ്വഭാവത്തിൽ മുസ്ലിം ലീഗ് അവിടെ വിജയിച്ച് വന്നിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ AK അഷ്റഫിനെ പരിഗണിക്കണം എന്നൊരാവശ്യം പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. അതിന് സമാനമായ സ്വഭാവത്തിൽ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നൊരാവശ്യം കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം ഉദുമയിലും കാഞ്ഞങ്ങാടും സമാനമായ സ്വഭാവത്തിൽ ജില്ലയിലെ ഒരു UDF പ്രതിനിധി മന്ത്രിയാവണം എന്നത് തന്നെയാണ് UDF കാസർഗോഡ് ജില്ലയിലെ പ്രവർത്തകരുടെ വികാരം.